സ്വാഗതം എല്ലാവർക്കും. ഇന്നത്തെ ജ്യോതിഷ ഫലത്തിലേക്ക് പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായൊരു ഫലം നോക്കാം നമുക്ക്. മകം നക്ഷത്രം 2 നാഴിക 9 നാഴിക ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പൂരം നക്ഷത്രം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചന്ദ്രഗ്രഹണം കൂടിയാണ്. പൂരം നക്ഷത്രം പൊതുവെ വ്യാഴം 11 നിൽക്കുന്ന സമയമാണ്. ചാരവശാൽ അഷ്ടമത്തിൽ ശനിയുണ്ട്. അഷ്ടമ ശനിയുടെ ഒരു തടസ്സം നമുക്ക്, പക്ഷെ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ ശനിയുടെ തടസ്സം കുറയുന്ന പൊതുവെ ഹോരാഫലത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ പൂരം നക്ഷത്രം പൊതുവെ ഇന്നത്തെ ഫലമനുസരിച്ച് ചാരവശാലും പ്രശ്നവിചാര കൊണ്ടും സഹായികൾ ചിലപ്പോൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും ഈശ്വര ചൈതന്യം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ നല്ല സമയം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ദൈവികമായൊരു തടസ്സം കൂടി ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഈശ്വര ചൈതന്യത്തെ ഉണ്ടാക്കിയെടുക്കുക. വൈഷ്ണവ ക്ഷേത്രം, വിഷ്ണു സംബന്ധമായ ഏതെങ്കിലും ക്ഷേത്രം, ശ്രീരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തുക. അതുപോലെ പ്രാർത്ഥനാദി നാമജപങ്ങൾ നമ്മുടെ വീട്ടിലായാലും ഒന്ന് ചെയ്യുക. എന്നിട്ട് നമ്മൾ വിളക്ക് വയ്ക്കുന്ന സ്ഥാനമുണ്ടെങ്കിൽ അതൊന്ന് ആ സ്ഥാനമൊന്ന് ശുദ്ധിയാക്കുക, ഫോട്ടോ ഒക്കെ ഒന്ന് ശുദ്ധിയാക്കുക. കാരണം ആ ഈശ്വര ചൈതന്യത്തെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വരാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ ഈ ഒരു മാസം. പൂരം നക്ഷത്രക്കാർക്ക് ഈശ്വര ചൈതന്യം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നടക്കുന്നൊരു സമയമാണ്. പക്ഷെ ചെറിയൊരു തടസ്സം, ഒരു ദൈവാനുഗ്രഹത്തിനൊരു തടസ്സം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്തിയെ ഒന്നും കൂടി നമ്മൾ ഒരു ഉള്ളിൽ നിന്നുള്ള സ്നേഹത്തോടു കൂടി നാമജപവും ക്ഷേത്ര ദർശനവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫലം നമുക്ക് ഈ മാസം പൂരം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുറച്ച് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു അതായത് വിളക്ക് വയ്ക്കുന്ന സ്ഥാനം, അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടികൾ, പിന്നെ ഗുരുകാരണവന്മാർ, അങ്ങനെയുള്ളവർക്ക് ആർക്കെങ്കിലും കുട്ടികൾക്കാകുമ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക, അവരൊന്ന് സന്തോഷിപ്പിക്കുക. ഈശ്വര ചൈതന്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ബഹുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും സഹായം ചെയ്യുക. പണം കൊണ്ടല്ലെങ്കിൽ പോലും എന്തെങ്കിലും അവർ പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം എന്തെങ്കിലും അവർ പറയുന്നത് കേട്ടിരിക്കുകയോ അറ്റ്ലീസ്റ്റ്. കാരണം വ്യാഴം ആണ് ഇഷ്ടസ്ഥാനത്ത് നിന്നുള്ളത്. അപ്പോൾ വ്യാഴത്തിനെ സംബന്ധിച്ച് നമ്മുടെ കേൾവി വ്യാഴത്തിൻ്റെ ആളാണ്. കാരണം വായുവിൻ്റെയും കൂടി ആളാണ്. അപ്പോൾ കേൾവി, അപ്പം നമ്മൾ കേട്ടിരുന്നാലും മതി അവർ പറയുന്നത്, അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ തിരിച്ചൊന്നും പറയാതെ. അപ്പോൾ ഈ ഒരു മാസം അങ്ങനെ ഈശ്വര ചൈതന്യത്തെ നമുക്ക് ലളിതമായ രീതിയിൽ വർദ്ധിപ്പിക്കാം. ഇതിൽ ജ്യോതിഷത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രഹങ്ങളുടെ സ്വാധീനം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, പൂർണ്ണമായിട്ടും നല്ല ഗുണങ്ങൾ അനുഭവിക്കണമെങ്കിൽ ജ്യോതിഷത്തിൽ തന്നെ അതിൻ്റെ വഴികൾ പറയുന്നുണ്ട്, സിമ്പിൾ വഴികൾ പറയുന്നുണ്ട്. അതിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അത് നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കുക. നിങ്ങളിൽ നിന്നും വേണം അത് ചെയ്യാൻ. പുറമെ നമ്മൾ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒരുപാട് പണം ചിലവാക്കി ചെയ്തിട്ട് നമ്മൾ നിങ്ങളിൽ നിന്നും ആ ഒരു കണക്ഷൻ, ദൈവിക കണക്ഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് സ്ലോ ആയിട്ടായിരിക്കും ആ പൂജാതി വഴിപാടുകളുടെ ഗുണം നിങ്ങൾക്ക് വന്നു ചേരുക. അന്നേരം നിങ്ങളിൽ നിന്നും ഇങ്ങനത്തെ നല്ല ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കാനുള്ള വാതിൽ തുറക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അപൂർണമായ ഗുണം കിട്ടും കേട്ടോ. അപ്പോൾ ഈശ്വര ചൈതന്യമുള്ള സമയമാണ് ഇപ്പോൾ. കുറച്ച് ശനിയുടെ ചാരവശാൽ അഷ്ടമത്തിലെ ശനിയുടെ തടസ്സം ഉണ്ടെങ്കിലും അത് വ്യാഴക്ഷേത്രത്തിലാണ് ആയ കാരണം ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിച്ചാൽ, പിന്നെ ചാരവശാലും പിന്നെ പ്രശ്നവിചാരവശാലും സഹായികൾ, ഏറ്റവും നല്ല സഹായികൾ, നമ്മൾ നന്മ ചെയ്ത സഹായികൾ ഒരു പക്ഷേ ഒന്നും മാറി നിൽക്കുന്നൊരു സമയമാണ്. അതിനെപ്പറ്റി വിഷമിക്കേണ്ട, പിന്നീട് തിരികെ വരും കേട്ടോ. അപ്പോൾ നല്ല സമയത്ത് ഈശ്വര ചൈതന്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇതുപോലെ ഗുരുകാരണവന്മാർക്ക് കുട്ടികൾക്കുള്ള അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ ഒരു മാസത്തെ ആ ഗുണങ്ങളെ സ്വീകരിക്കുക. ജ്യോതിഷം ശരിക്കും ജാതകം കൊണ്ടാണ് അറിയേണ്ടത്. അതിൽ ഉണ്ടാവും ചെറിയ ചെറിയ രീതികളിൽ കൂടി നിങ്ങൾ ആ ഒരു ജീവിതത്തെ കഴിഞ്ഞ ജന്മങ്ങളിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ വന്നു ചേർന്ന ദുരനുഭവങ്ങളെ മാറ്റാനുള്ള വഴികൾ ഉണ്ട്. ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ട് അറിയണമെങ്കിൽ ജാതകം ത്തിൻ്റെ കോപ്പി അയച്ചു തന്നാൽ ഞാനത് പറഞ്ഞു തരുന്നതാണ്. വ്യക്തമായിട്ട് നേരിട്ട് വിളിച്ചിട്ട് വാട്സപ്പ് വഴി ഷെയർ ചെയ്യുക കാര്യങ്ങൾ. 62 38 18 98 47
62 38 18 98 47 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു പൊതുവായൊരു ഫലമാണ്. എല്ലാവർക്കും നന്ദി.